Actually, Sue from show and all, there are regionally made film. So Achyutavataram also regionally made film. ഞങ്ങളെല്ലാവരും ഒരു നോൺ ലീനിയർ ഫിലിം മേക്കിംഗ്, ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ളൊരു നോൺ ലീനിയർ ഫിലിം മേക്കിംഗ് ആണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓഡിയൻസ് ഇപ്പോൾ ഫിലിം കാണുമ്പോൾ പോലും ഇതൊരു പസിൽ നമ്മൾ വന്നിട്ട് സോൾവ് ചെയ്യണ പോലെയായിരിക്കും ഈ എൻറ്റയർ ഫിലിം. ഇവർ വിശ്വസിപ്പിച്ചത് സാറിന് നേരിട്ടും അടയ്ക്കാം എന്നൊരു വാക്ക് ഇവിടെ പ്രയോഗിച്ചു. അപ്പം നമ്മൾ വിശ്വസിച്ച് പോകും. അപ്പം സത്യത്തിൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പടം കണ്ടാൽ മാത്രം മതിയാവും. കാരണം ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ സംസാരം കേൾക്കുമ്പോഴേ പെട്ടെന്ന് മുൻഷി ഓർമ്മ വരുന്നു. ക്യാമറ അവിടെ സ്റ്റഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ വളഞ്ഞു അഭിനയിക്കുക, ക്യാമറയാണോ വളഞ്ഞത്? അതിന്റെ സീക്രട്ട് എന്താണ്? അതിന്റെ സീക്രട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആരും വളഞ്ഞിട്ടില്ല. ഇത് ഒറ്റ ഷോട്ടിലാണ് അത് ചെയ്യുന്നത്. ഈ ഒറ്റ ഷോട്ട് എന്ന് പറയുമ്പം ഹൈലി റിസ്ക്കാണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളും ഈ നമ്മുടെ കണ്ടന്റ് പഠിച്ചിരിക്കണം. ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സൈബർ ഇഷ്യൂ ഒരാളല്ല എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മളിതിൽ ആ ഒരു വെബ് ഓഫ് കണക്ഷൻസ്, ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് എന്നതിൻ്റെ ഒരു ഫിക്ഷണൽ വേർഷൻ ഓഫ് ഇറ്റ് ആണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. സോ നമ്മൾ അതും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് ആ ഒറ്റൊരാളല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിലിമിൽ പോലും അച്യുതയ്ക്ക് മാത്രമല്ല അറ്റ് എ ടൈം ഈ ഇഷ്യൂ വരുന്നത്. ഭാഷ ഏതാണെങ്കിലും അതൊരുക്കുന്ന ബഡ്ജറ്റും സ്കെയിലും എത്ര ചെറുതോ വലുതോ ഒക്കെ ആണെങ്കിലും നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മലയാളികൾ സ്വീകരിക്കും. അച്യുതാവതാരം എന്ന സിനിമ പുറത്തിറക്കുമ്പോഴും അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ ഒരു ആത്മവിശ്വാസവും മലയാളിയുടെ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും. സിനിമയെപ്പറ്റി സംസാരിക്കാൻ സിനിമയുടെ സംവിധായകൻ, സിനിമയുടെ പ്രൊഡ്യൂസർ, സിനിമയിൽ അഭിനയിച്ച പ്രധാനപ്പെട്ട നടീനടന്മാരെ നേരെല്ലാം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. മലയാളി ഇപ്പോൾ സൂഫംസോ ആയാലും സ്വീകരിക്കും, അല്ലെങ്കിൽ ഒബ്സഷൻ ആയാലും സ്വീകരിക്കും. അപ്പോൾ അങ്ങനെ ഭാഷയോ അല്ലെങ്കിൽ ആളുകളുടെ താരമൂല്യമൊന്നും പ്രധാനപ്പെട്ടതല്ല, പക്ഷേ കണ്ടന്റ് ഉണ്ടാവണം. അച്യുതാവതാരത്തിൽ എന്താ പുതിയതായി ഓഫർ ചെയ്യാനുള്ളത്? Actually, Sue from show and all, there are regionally made film. So Achyutavataram also regionally made film. Okay, it's a mixture of cyber thriller and complete devotional things. Achyutavataram is a mixture of cyber thriller and complete devotional things. Okay, it's a merging of traditional and cyber thriller genres. As Kerala is rich in cultures and all, so we have to we choose to make this film in Malayalam. Okay. ഇപ്പോൾ ഒരു സ്റ്റാർട്ട് കിട്ടുക ഇൻഡസ്ട്രിയിൽ എന്ന് പറയുമ്പോൾ ആളുകൾ അതിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ആവുകയും അതിന് വേണ്ടിയിട്ട് ആക്ടിങ് വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, ഷോർട്ട് ഫിലിംസ് ചെയ്ത് പരിചരിക്കുക, പിന്നെ ഫിലിം സ്കൂളിൽ പോയിട്ട് അതിനുള്ള ട്രെയിനിങ് എടുക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. ഈ അച്യുതാവതാരം എത്രമാത്രം കോൺഫിഡൻ്റ് ഉള്ളൊരു ലോഞ്ചാണ്? വളരെ കോൺഫിഡൻ്റ് ഉള്ളൊരു ലോഞ്ചാണ് എൻ്റെ. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസും കുറച്ച് ചെറിയ ചെറിയ പാത്രങ്ങളായിട്ട് ഒരു ചില ഫിലിംസിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്യുതാവതാരം എന്ന് പറയുന്ന ഈ ഒരു ഫിലിം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലോട്ട് തന്നെ വളരെ ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു നോൺ ലീനിയർ ഫിലിം മേക്കിംഗ്, ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ളൊരു നോൺ ലീനിയർ ഫിലിം മേക്കിംഗ് ആണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് കേട്ടപ്പോൾ തന്നെ ഒരു പ്ലോട്ടിനുള്ളൊരു സ്പാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ ഒരു സൈബർ ക്രൈം ത്രില്ലർ മൾട്ടിപ്പിൾ ജോണേഴ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന കാരണം ഒരു ഓഡിയൻസിനൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിന്. ആൻഡ് ഇപ്പോൾ അച്യുത എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഞാൻ സ്പെസിഫിക്കലി ഞാൻ ഫിലിം സ്കൂളിൽ പോയിട്ടൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ഇനിയാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. പക്ഷേ ഞാൻ വർക്ക്ഷോപ്സിലോട്ട് ഒരുപാട് ഞാൻ പോയിട്ടുള്ള കാരണം അതിൻ്റെ ചില ഇൻപുട്സ് ഒക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുക, അതും ഭാഗ്യത്തിനാൽ ഡയറക്ടറും ഇപ്പോൾ DOPയും അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു. നമ്മളാരും സിംഗിൾ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നില്ല. സോ എല്ലാവരും ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. സോ ഒരു ക്യാരക്ടർ സ്കെച്ചിനെ ഞാൻ ബിൽഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു ഔട്ട്ലൈൻ തന്ന് അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഐ കുഡ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഓർ എക്സ്പെരിമെൻറ്റഡ് ഇൻ മെനി വേസ്. സോ അതിൻ്റെ ഒരു ഫ്രീഡം എനിക്ക് ഈ സെറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അതും കൂടി ആയതുകൊണ്ടായിരിക്കാം ഐ എം വെരി മച്ച് കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ് ലോഞ്ച് വെൻ ഇറ്റ് കംസ് ടു മൈ ഫിലിം. പക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ എന്താ പറയുക മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈബർ ക്രൈം അവയർനെസ് ആണ് ഈ ഫിലിമിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ യൂഷ്വലി വരുന്ന സൈബർ ക്രൈം ത്രില്ലേഴ്സ് പോലെയല്ല അച്യുതാവതാരം. സോ ഇതിലൊരു സ്പിരിച്വാലിറ്റി മിക്സും കൂടി ഉണ്ട്. സോ അതൊരു ഓഡിയൻസിനൊരു ന്യൂ ജോണർ ആയിരിക്കും ഓൾ ടുഗെദർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. സോ ഐ ബിലീവ് ഓഡിയൻസ് ഇപ്പോൾ ഫിലിം കാണുമ്പോൾ പോലും ഇതൊരു പസിൽ
നമ്മൾ വന്നിട്ട് സോൾവ് ചെയ്യണ പോലെ ആയിരിക്കും ഈ എൻറ്റയർ ഫിലിം. സോ അത് സ്റ്റാർട്ട് ടു എൻഡ് വരെ കണ്ടാലേ നമുക്ക് ആ ഫിലിമിൻ്റെ ആ ഒരു എസൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നോൺ ലീനിയറും കൂടി ആയതുകൊണ്ട് ദർ വിൽ ബി എ ലോട്ട് ഓഫ് എന്താ പറയുക ഹുക്ക് പോയിന്റ്സ് ഇൻ ദിസ് ഫിലിം വിച്ച് വിൽ ആക്ച്വലി ബൂം ദിസ് ഫിലിം ഇൻ എ വെരി ഗുഡ് വേ. പുതിയ കഥ എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. ഇപ്പോൾ ബാഹുബലിയും ഏറെക്കുറെ പ്രതികാര കഥയാണ്, തുടരും പ്രതികാര കഥയാണ്. അപ്പം ഇതിനെ എങ്ങനെ പുതുതായി പറയുന്നു എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ആളുകളിപ്പോൾ കുറച്ചും കൂടി ഫിലിം എഡ്യൂക്കേഷൻ വൈസ് അല്ലെങ്കിൽ കാഴ്ചശീലമൊക്കെ ഉയർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ എക്കോ പോലത്തെ സിനിമകൾ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഐനോബിയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്പൂൺ ഫീഡിങ്ങിനൊന്നും ആവശ്യമില്ല ഇപ്പോൾ ആളുകൾക്ക്. അപ്പം ആ രീതിയിൽ എത്രമാത്രം ഓഡിയൻസിന് വില കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേക്കിങ്ങിലും അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലും? ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് നമ്മൾ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് തന്നെ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ദേവൻ എന്നാണ്, എൻ്റെ പേര് ശിവൻ വെങ്കടങ്ങ്. അപ്പോൾ നമ്മൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഭിനയത്തിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു സസ്പെൻസ് എലമെൻറ്റ് ഉണ്ടായിരുന്നു ഫോർ ആക്ടേഴ്സ്. നമ്മൾ ഓരോ സീൻ ചെയ്യുമ്പോഴും ഇത് എവിടെയാണ് ഇത് കണക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ക്യാരക്ടറിനെ അറിയാം, ക്യാരക്ടർ ചെയ്യുന്ന സിറ്റുവേഷൻ അറിയാം, എങ്കിൽ പോലും നമുക്ക് ആ ഒരു അത് മൊത്തം ടീമിനകത്തും അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സസ്പെൻസ് എലമെൻറ്റ് നമ്മൾക്കും ഒരു പരിധി വരെയൊക്കെ അവസാനം ഘട്ടം വരെയെങ്കിലും നമുക്കത് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പം ഓഡിയൻസിനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർഡായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് അച്യുതാവതാരം എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ വെറുതെ ഇരുന്ന് ഒരു ലീനിയർ കഥ കേൾക്കുന്ന പോലെ തുടങ്ങി അവസാനിക്കുന്ന ക്ലൈമാക്സിലേക്ക് എത്തുന്ന രീതിയിലുള്ള ചുമ്മാ ഒരു കഥ പറച്ചിലല്ല. അപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും. അതെല്ലാ ആർട്ട് ഫോമിലും അങ്ങനെ തന്നെയാണ്. ഈവൻ നമ്മുടെ പെർഫോമിംഗ് ആർട്സ് എടുത്താലും നമ്മളിപ്പോൾ രാമായണ മഹാഭാരത കഥകളൊക്കെയാണ് ഈ കൂടിയാട്ടം കഥകളൊക്കെ ചെയ്യുന്നത്. അത് കഥ എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും പോകുന്നത് ആ ആക്ടർ അല്ലെങ്കിൽ ആ ഒരു പെർഫോമർ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ കഥ എങ്ങനെ അവർ ആടുന്നു നോക്കാനാണ്. സോ അതുപോലെ തന്നെ എങ്ങനെ പോർട്രേ ചെയ്യുന്നു, എങ്ങനെയാണ് ഈ വിഷയത്തിനെ പോർട്രേ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഭയങ്കര ഇതിലൊരു കൗതുകം തോന്നിയത്, സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടെക്നോളജി ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പൊതുവേ നമ്മൾ മനസ്സിൽ തോന്നുക കുറേ കമ്പ്യൂട്ടറുകളും കുറേ ലാബുകളും അല്ലെങ്കിൽ ഒരു IT പാർക്കൊക്കെ കാണിച്ചുകൊണ്ടുള്ള കുറേ വിഷ്വൽസ് ആയിരിക്കും നമ്മൾ പൊതുവേ ചിന്തിക്കുക. അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു പ്ലസ് ആയിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കുടുംബത്തിനകത്ത് അവരുമായി ബന്ധപ്പെട്ട മറ്റു മനുഷ്യന്മാരുടെ ജീവിതത്തിനകത്ത് ആ കുടുംബത്തിനെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന മറ്റു ചില ആളുകളെയും കൂടെ എങ്ങനെ ഇത് ബാധിക്കുന്നു. അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനെ മാത്രമല്ല, ആ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കൂടി നമുക്ക് എല്ലാവർക്കും അത് അറിയാം. അങ്ങനെയൊക്കെ ഇതിനകത്ത് ആ പ്ലോട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ളത് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും കൃത്യമായിട്ട് ആരാണ്, എന്താണ്, അവരെന്തിനാണ് ഈ കഥയിലുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പാസിങ് ക്യാരക്ടറോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒരു ഫാൻസിക്ക് നിൽക്കുന്ന ക്യാരക്ടറോ അങ്ങനെ ആരുമില്ല. അതൊരു ഭയങ്കര പ്ലസ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം നമ്മൾ ഓരോ ആക്ടേഴ്സിനെ എടുക്കുമ്പോൾ ഓരോ ആക്ടേഴ്സിനും ചെയ്യാനായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ ആക്ടേഴ്സിനും കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ഈ ഓരോ ആക്ടേഴ്സിലൂടെയും ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഓഡിയൻസിന് കൃത്യമായിട്ട് കണക്റ്റ് ആവും. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഓഡിയൻസും ഒരു എഫേർട്ട് അതിനകത്ത് ഇടേണ്ടതുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കാണുന്നുള്ളതല്ല, പസിൽ പോലെയാണ്. അവസാനം എത്തുമ്പോഴാണ് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഇവർ കണക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ അച്യുത എന്ന് പറയുന്ന പെൺകുട്ടി എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിനെ ഓവർകം ചെയ്യുന്നത്, ആരൊക്കെയാണ് അച്യുതയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വൈറസ് വന്നു, ഒരു ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് വൈറസിനെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പോലത്തെ പ്രശ്നമല്ല. അതിനെ ബന്ധപ്പെടുന്ന മറ്റ് പല കാര്യങ്ങളും, ടെക്നോളജിയുമായി ബന്ധപ്പെടാത്ത കുടുംബ ബന്ധങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, മോണിറ്ററി ഏരിയാസ് ഉണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് വരുത്തുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ കൃത്യമായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ നേരത്തെ പറയായിരുന്നു, നമ്മൾ ആക്ടേഴ്സ് ആര് റീപ്ലേസ്ഡ് ആയാലും ആ വിഷയം പറയാൻ ഉപയോഗിച്ച മെത്തഡോളജി അത് ഇതിനകത്ത് അത് തന്നെയാണ്. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ ആ സ്ട്രക്ചറിലൂടെ കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും ഒരു ജോലിയുണ്ട്. Like the last day of pack-up, every artist came to know that what was the story we are going to tell. Okay, the entire structure of the film they realized at the last day of pack-up. Okay, these are the things we are going to show to the audience. Like the puzzle was solved on the last day in their mind.
So how will be the instructions like? How will be the briefing of a scene like? Since they don't know the complete story, how will you etch the performance from them? No, they the entire We all cast knew knew the story actually. Entire script, they knew the script. Okay, while shooting, we break up the schedules. Okay, we don't shoot as the script is. We will Not in plan the linear way, Yeah, not in the linear way. Okay, we will be planning the entire schedule based on the availability of the artist. My biggest challenge was explaining the scenes to each and every artist. Whenever they came to join the shoot, we need to explain them what we shot yesterday and what was the continuity scenes and how it will connect to the next scene. Everything. Yeah, then the explanations was the biggest challenge. ഇപ്പോൾ ഈ എൻഗേജ്മെൻറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ ആളുകൾ റീൽസ് കാണുകയും അല്ലെങ്കിൽ വാട്സപ്പിലെ മെസ്സേജസ് നോക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഒന്ന് ഇപ്പോൾ എന്താ പറയുക, ഒന്ന് അവിടെ എന്തെങ്കിലും രീതിയിലൊന്ന് ലാഗ് അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലാഗ് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഏത് വലിയ താരോ വലിയ സംവിധായകനോ സിനിമയോ ആവണമെന്ന് നിർബന്ധമില്ല. ലാഗ് ഉണ്ടെങ്കിൽ ഉടനെ അതിനേക്കാൾ എൻഗേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അച്യുതാവതാരത്തിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് ഫാക്ടർ അതിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുക? ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നോൺ ലീനിയർ ആണ്. അത് നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ അങ്ങേയറ്റാണ്. അതെങ്ങനെ ഈ തലയിൽ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ നമ്മൾ പ്രിവ്യൂ കണ്ടതാണ്. അപ്പോൾ നോൺ ലീനിയറിൻ്റെ അങ്ങേയറ്റാണ്. അത് തന്നെയാണ് ശരിക്കും എൻഗേജ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ റീൽസ് കാണുന്ന പോലെ തന്നെ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് വേറെ ഏതോ ഒരു സാഹചര്യം ആയിരിക്കും. അപ്പോൾ അത് കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനമാകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് മനസ്സിലാവുള്ളൂ. അത് തന്നെയാണ് എൻഗേജ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട് അത് തന്നെയാണ് സിനിമയിൽ. ഇപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണക്കാരൻ എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണക്കാരന് കണക്റ്റ് ആവുന്ന സിനിമകളാണ് എല്ലാ കാലവും ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വാഴ 2 എന്ന് പറയുന്ന സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അഭിനയിച്ചവരെല്ലാം ഏറെക്കുറെ ഇൻഫ്ലുവൻസസും പുതുമുഖങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ സഹോദരി ബന്ധങ്ങൾ, ആ ബന്ധം ഹ്യൂമൻ ഇമോഷൻസിൻ്റെ കഥ പറയുമ്പോഴാണ് അവിടെ പുതിയൊരു പ്ലേസ്മെൻറ്റ് നടക്കുന്നത്, പുതിയൊരു വിജയം ഉണ്ടാകുന്നത്. നേരെ വെച്ച് ഇപ്പോൾ പാട്രിയോട്ട് സംസാരിച്ചത് കുറച്ചുകൂടി ഡിജിറ്റലൈസേഷൻ ആയിരുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആയതുകൊണ്ട് എല്ലാ തട്ടിലേക്കും ആ സിനിമ അതിൻ്റെ വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല. ചിലപ്പോൾ കാലപ്രഭാവത്തിൽ എത്തുമായിരിക്കും. അപ്പോൾ ഇതിന് ഈ സാധാരണക്കാരൻ കണക്ട് അച്യുതാവതാരത്തിൽ എങ്ങനെയാണ് അതിൽ ഭാഗമായിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഇത് ഈ സ്റ്റോറി എനിക്ക് ഈ സാറ് പറഞ്ഞ പോലെ ഏറ്റവും അവസാനമാണ് നമ്മൾ ഇതിനകത്തേക്ക് എത്തുക. നമ്മളിൽ പലരിലൂടെ ലിങ്കാണ് ഈ വിഷയം. അതിനകത്ത് ഇമോഷൻ ഉണ്ട്, ഫാമിലി സബ്ജക്റ്റ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അങ്ങനെ പല പല സംഗതികളുണ്ട്. എനിക്കിത് കഴിഞ്ഞപ്പോൾ തോന്നിയത്, പ്രിവ്യൂ കണ്ടു കഴിയുമ്പോൾ തോന്നിയത് എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓൾറെഡി നടക്കുന്ന ഒരു സാധനത്തിൽ കണക്റ്റഡാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിരിക്കും ആളുകൾക്ക്, ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തട്ടിപ്പ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് വന്നത് ഇൻഷുറൻസ് രീതിയിലാണ്. എൻ്റെ വണ്ടിയുടെ വെഹിക്കിളിൻ്റെ നമ്പറും കറക്റ്റായിരുന്നു, ഇൻഷുറൻസ് നമ്പർ കറക്റ്റായിരുന്നു, എൻ്റെ പേര് കറക്റ്റായിരുന്നു, എൻ്റെ അഡ്രസ്സ് കറക്റ്റായിരുന്നു, തുക വരെ കറക്റ്റാണ്. എന്നിട്ട് എന്നെ എറണാകുളം നിന്ന് വിളിക്കുകയാണ്, ഒരു ലേഡി വിളിക്കുകയാണ്, സാർ ഞാനിങ്ങനെ ഒരു സാധനം വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, സാറിൻ്റെ ഇത് തീർന്നിരിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ സാർ അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ട് അതിനകത്ത് കയറി നമുക്ക് പേയ്മെൻറ്റ് നടത്താം, ഇല്ലെങ്കിൽ സാർ സ്ട്രേറ്റ് ആയിട്ട് നേരിട്ട് പോയി നടത്താം. ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാനിന്ന് ആലോചിച്ചപ്പം ഇത് ഞാൻ അടച്ചിട്ടുണ്ട് 1 മാസം മുന്നേ, മനസ്സിലായോ? അപ്പോഴാണ് ഞാൻ ഇത്തരം ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. ഇത്തരം കുറേ സാധനങ്ങൾ അപ്പോൾ ഒന്നുകൂടി നോക്കി. അപ്പോഴും ഞാൻ ചെക്ക് ചെയ്തു, വെരിഫൈ ചെയ്തപ്പോൾ അടച്ചിട്ടുണ്ടെങ്കിലും ഈ അഡ്രസ്സ് ഈ സാധനം എല്ലാം ക്ലിയറാണ്. പിറ്റേ ദിവസം എന്നെ വിളിക്കും, സാർ അടച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണക്കാരനെ വിശ്വസിപ്പിക്കുന്നത്, ഇപ്പം നമുക്കിപ്പം കേരളത്തിൽ പല കേസുകളും അറിയാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞാനിത് തിങ്ക് ചെയ്തത് ഈ ഫിലിമിൻ്റെ കേസും അതുപോലെ കുറച്ച് കാര്യങ്ങൾ ന്യൂസ് വായിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഞാൻ അടച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവർ വിശ്വസിപ്പിച്ചത് സാറിന് നേരിട്ടും അടയ്ക്കാം എന്നൊരു വാക്ക് ഇവിടെ പ്രയോഗിച്ചു. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും. അപ്പം സത്യത്തിൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പടം കണ്ടാൽ മാത്രം മതിയാവും. കാരണം ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ സംസാരം കേൾക്കുമ്പോഴേ പെട്ടെന്ന് മുൻഷോർമ്മ വരുന്നു. എല്ലാവർക്കും ഉള്ള സംശയം ഉണ്ടല്ലോ, ഈ ക്യാമറ അവിടെ സ്റ്റഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ വളഞ്ഞു അഭിനയിക്കുകയാണോ അതോ ക്യാമറയാണോ വളഞ്ഞു അതിന്റെ പിന്നിലത്തെ സീക്രട്ട് എന്താണ്? അതിന്റെ സീക്രട്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആരും വളഞ്ഞിട്ടില്ല. ഇത് ഒറ്റ ഷോട്ടിലാണ് അത് ചെയ്യുന്നത്. ഈ ഒറ്റ ഷോട്ട് എന്ന് പറയുമ്പം ഹൈലി റിസ്ക് ആണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളും ഈ നമ്മുടെ കണ്ടന്റ് പഠിച്ചിരിക്കണം.
പഠിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഒരു സ്റ്റഡി വേണം, ഹോംവർക്കും വേണം, ന്യൂസ് എല്ലാം കവർ ചെയ്തിരിക്കണം, അപ്ഡേഷനാണ്. ഇപ്പോൾ ഇന്നിപ്പം ഉച്ചയ്ക്ക് സംഭവിക്കുന്ന സംഗതികൾ വരെ നമ്മളതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നാലേ ഇത് സാധനം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കിതൊരു പാഷൻ ആയതുകൊണ്ട് ഒരു പക്ഷേ കയറി ഇറങ്ങി പോകുമ്പോൾ ഈസി ആയിട്ട് തോന്നും. മുൻഷിയിലൂടെ കടന്നു പോയതുകൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം ഉയർന്നിട്ടുണ്ട്. തീർച്ചയായും. എന്നാൽ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഈ ഇപ്പോൾ he spoke about how digital fraud was I can understand. I can ask. ഓക്കെ. അപ്പോൾ ഡിജിറ്റൽ ഫ്രോഡിലൂടെ കടന്നു പോയപ്പോൾ എങ്ങനെയാണുള്ള ഒരു അനുഭവം പറഞ്ഞത്. ഇപ്പോൾ തരുൺ മൂർത്തി എന്നുള്ളൊരു ഡയറക്ടറുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഓപ്പറേഷൻ ജാവ എന്നുള്ളൊരു സിനിമ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ അകത്തും ഈ പറഞ്ഞ സൈബർ ക്രൈം ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് കേസുകളാണ് എടുത്ത് പറയുന്നത്. അദ്ദേഹത്തിന് പേഴ്സണലി ഇങ്ങനെ ഒരു സൈബർ ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട് തരുൺമൂർത്തിക്ക്. അദ്ദേഹം ഒരു വാച്ച് ഓർഡർ ചെയ്യുകയും അത് മാറി പോവുകയും വേറൊരു വാച്ച് വരികയും അങ്ങനെ അദ്ദേഹം തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു സിനിമയെ പറ്റി ആലോചിക്കുന്നത്. അപ്പം പേഴ്സണലി ആളുകളുടെ അനുഭവങ്ങൾ, കേസ് സ്റ്റഡികൾ, അതൊക്കെ അച്യുതാവതാരത്തിൽ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? Actually, Achyutavataram is completely based on the real incident, okay, which has happened in the rural areas. Okay, there the small peoples, and you can go through the articles from past 3 to 4 years. There are mostly the scam target was for the students, okay, between 4th to 6th. Oh. Okay, their target was their people, because they introduced some games. Okay, while playing the games, they used to insinuate that messages. Okay, while playing the games, they will be clicking that games and all. So as I was reading those articles, it inspired me to develop the story from there itself. So the turn of events are real life inspired only. Okay. You can go through the articles, newspaper articles, media reports. All the young students are being targeted. That to primary school. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തമിഴിൽ ഇരുമ്പ് തിര എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ആ സിനിമ കണ്ടു കഴിഞ്ഞാലുള്ള എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ, ഇപ്പോൾ ഫോണോ അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും ഫോം പൂരിപ്പിച്ച് കൊടുക്കാനോ, എന്നിട്ട് നമ്മുടെ എന്തെങ്കിലും ടിക്കറ്റോ റെസിപ്റ്റോ പോലും ഉപേക്ഷിച്ച് വരാൻ ഒരു പേടി തോന്നും. അത്ര ഇമ്പാക്ട്ഫുൾ ആണ് ആ സിനിമ. തിരുട്ടുപാല എന്ന് പറയുന്ന ഒരു സിനിമ അതുപോലെ തന്നെയാണ് അതിൻ്റെ രണ്ടാം ഭാഗം. അച്യുതാവതാരം കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ആഫ്റ്റർ സിനിമ? ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു സൈബർ ഇഷ്യൂ ഒരാളല്ല എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മളിതിൽ ആ ഒരു വെബ് ഓഫ് കണക്ഷൻസ്, ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് എന്നതിൻ്റെ ഒരു ഫിക്ഷണൽ വേർഷൻ ഓഫ് ഇറ്റ് ആണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. സോ നമ്മൾ അതും എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇത് ആ ഒറ്റൊരാളല്ല എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫിലിമിൽ പോലും അച്യുതയ്ക്ക് മാത്രമല്ല അറ്റ് എ ടൈം ഈ ഇഷ്യൂ വരുന്നത്. വേറെ 2-3 ക്യാരക്ടേഴ്സ് കണക്റ്റഡ് ആണ്. ആ 2-3 ക്യാരക്ടേഴ്സിനും ഒരുമിച്ചാണ് അറ്റ് എ ടൈം ഈ സ്കാം വരുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും പെടുന്ന സമയത്ത് ഈ അച്യുത മാത്രമാണ് അവൾക്ക് ഇത്രയും സപ്പോർട്ടുള്ള കാരണം അവൾക്ക് ഇതിനെ ഫേസ് ചെയ്യാനും മുമ്പോട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അവൾക്ക് പറ്റുന്നത്. സോ അവളുടെ ആ ഒരു ഇമോഷൻസ്, ആ ഒരു വെപ്രാളം, അവളുടെ ആ ഒരു പാനിക്ക്, പിന്നെ അവൾ കടന്നു പോകുന്ന ഒരുപാട് ഇമോഷണൽ ചാലഞ്ചസ് ഉണ്ടാവും. ആ ഓരോ ഇമോഷണൽ ചാലഞ്ചസും എഫക്റ്റ് ചെയ്യുന്നത് അവളുടെ അച്ഛനും അമ്മയും പിന്നെ അവളുടെ ബ്രദറും കൂടെയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ് എഫക്റ്റ്, അതായത് ഈ ഇഷ്യൂവിലോട്ട് ഏറ്റവും കൂടുതൽ പെടുന്നത് അവളുടെ ഓൺ ബ്രദർ ആയിരിക്കും. സോ അതിൽ കൂടെയാണ് അച്യുതയ്ക്ക് ഈ ഒരു ഇഷ്യൂവിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാവുന്നതും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ ഓരോ ഫാമിലീസിനും ആ ഒരു ഇമ്പാക്ട് സൊസൈറ്റിക്ക് വരുമ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് വരുന്നത് അവരുടെ വീട്ടിൽ ഒരാൾക്ക് ആയാലാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മളെപ്പോഴും എന്താണ് നമ്മുടെ മൈൻഡിൽ അത് വേറൊരാൾക്ക് നടക്കുമ്പം ആയാൽ നമ്മൾ എങ്ങനെയാണ് അഡ്വൈസ് കൊടുക്കുക, നമ്മൾ അങ്ങനെ കൊടുക്കുള്ളൂ. നമുക്കതിൻ്റെ ചില സമയത്ത് സീരിയസ്നെസ് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് നടക്കുമ്പോൾ അത് എത്ര എക്സ്റ്റെൻഡ് വരെ പോകുമെന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അച്യുത ഇരിക്കുന്നത്. സോ അച്യുതയ്ക്ക് അഫ്കോഴ്സ് അവൾക്ക് ആ ഒരു നോളജ് ഉണ്ട്, ഇങ്ങനത്തുള്ളൊരു എന്താണ് ഇഷ്യൂസൊക്കെ എല്ലാവരുടെയും നടക്കുന്നതാണെന്നൊരു നോളജ് ഉണ്ട്. പക്ഷെ അവൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു അതായത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അവൾക്ക് ആ വീട്ടിൽ വരണ വരെ അവൾക്ക് അറിയില്ല. വീട്ടിൽ ആ 2-3 ആൾക്കാർക്ക് എഫക്റ്റ് ആവുന്നു. പിന്നെ അത് കണക്ട് ചെയ്ത് അവൾ പോകുമ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നെസ് അവൾക്ക് മനസ്സിലാവുന്നത്. സോ ഇവിടെ സാറ് പറഞ്ഞ പോലെ ഈ ഫിലിം നമ്മൾ ബ്യൂറോക്രസീനെയും കൂടി നമ്മൾ ലൈക്ക് ആ ഒരു ആംഗിളിലും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്.
സോ അവിടെ മുൻഷി ദിലീപ് സാറിൻ്റെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ അച്യുത ക്യാരക്ടറിനെയും ആ ബ്യൂറോക്രസി ആ ഒരു പാർട്ടിനെയും കൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജിങ് ക്യാരക്ടറായിട്ടാണ് ദിലീപ് സാർ ഉള്ളത് അവിടെ. And also to add up that this thing, we have not only concentrated on the issue, but we also showed the solution, which has already been done by the telecom department. Okay, that is a major thing. If you observe, we are not only concentrating on the SMS. The concept is completely based on SMS scam links. Okay, which has been already stopped by the telecom department. How they have been stopped? We have inspired the solution also from the bureaucracy, and we have inspired the problem also. We have taken the problem from the real based incidents, and we have studied about it, and what was the solution created by the Indian government, like telecom department. Okay, which was the team behind it, how they stopped the entire SMS based scam. Okay, they created a DLT system. Okay, it's a distributed ledger transaction system. So we studied about it, and we studied about the how SMS link based scams are, where the loopholes in the system. Okay, we presented and we mixed the blend, and we blended the family emotions and the spirituality and presented, and we created the structure. ഇപ്പോൾ സബ്ജക്റ്റിൻ്റെ നോവാലിറ്റി അല്ലെങ്കിൽ ഫ്രഷ്നെസ് എന്നൊക്കെ പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് ഒരു ഇനീഷ്യൽ പുള്ളി കിട്ടണം, അല്ലെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് ആദ്യ ദിവസം തന്നെ ഇടിച്ചു കയറി വരാനൊക്കെ ഈ സ്റ്റാർ പവർ അല്ലെങ്കിൽ സ്റ്റാർസ് ഇൻവോൾവ് ആയിട്ടുള്ള കാസ്റ്റിങ്, അത് ഇനീഷ്യലിനൊക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇതിൽ ഈ അച്യുതാവതാരത്തിൻ്റെ ഒരു 80 to 70% കാസ്റ്റിംഗ് എടുത്ത് നോക്കുമ്പോൾ അതിൽ ന്യൂ ഫേസസ് ആണുള്ളത്. അതൊരു വലിയ റിസ്ക് അല്ലേ? Yeah, it's a very big risk, because when I approached this subject, and that is the one main reason I produced it, because I was so confident about the concept. I need to add some awareness through the entertainment. That was my pure thinking. When I approached to the investors through the subject, they were not so confident about it, the narrations, and we are also the same cyber things and all, and the non-linear things. They were, and also I was telling them this should be made in Malayalam. Okay, because we are blending the spirituality, and Kerala is the better place where spirituality works. It's God's own country. Okay, we have to place it there, and the way Malayalam films are experimenting. Okay, we need to enter there, and we need to experiment there, and we need to make film there. So nobody was so ready to take the risk. So then I decided, if nobody is ready to take the risk, I have the confidence in my concept, then I will produce it. Okay, then I came forward to produce it. My friends, my co-producers who doesn't have any knowledge about the cinema, they just became the backbone of the entire film. Okay, and after seeing the whole concept, they decided to dub it in regional languages, because they thought this story should be told in the regional languages. Okay, if it is not conveyed through the regional languages, the effort which we have put throughout the 6 months now, it will go in a vain. That's why we dubbed it in regional languages, and we have presented this concept to each and every audience. സിനിമ സംസാരിക്കട്ടെ, സിനിമ വലിയ വിജയമാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.